കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലെത്തുമ്പോൾ മാത്രമാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. ഈ ലക്ഷ്യത്തെ ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം. കന്നുകാലികളുടെ വർഗോദ്ധാരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് 60കളുടെ ആരംഭത്തിൽ തന്നെ മിത്രനികേതൻ തുടക്കം കുറിച്ചു. തുടർന്ന് ആരംഭിച്ച KVK ആനിമൽ സയൻസ് വിഭാഗം ഈ ദൗത്യം ഊർജ്ജസ്വലമായി തുടർന്നു വരുന്നു. ഇതിന് ഫലമായി ശരാശരി പാലുൽപാദനം തിരുവനന്തപുരം ജില്ലയിൽ 9 ലിറ്ററിന് മുകളിൽ കൈവരിക്കാൻ സാധിച്ചു. മിത്രനികേതൻ എന്ന ഞങ്ങളുടെ ഹോസ്റ്റ് ഓർഗനൈസേഷന്റെ വളരെ തുടക്കം മുതൽ തന്നെ മൃഗപരിപാലനത്തിലും അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ വർഗോദ്ധാരണത്തിലും വളരെ കാര്യമാത്രമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമുക്ക് അറിയാം, കൃത്രിമ ബീജദാനത്തിനുള്ള സൗകര്യം നമ്മളുടെ കർഷകർക്ക് ലഭ്യമല്ലായിരുന്നു. ആ അവസരത്തിൽ നമ്മളിവിടെ നല്ല വർഗത്തിലുള്ള കാളകളെ വളർത്തി അതിൻ്റെ ബീജം എടുത്ത് ഗ്രാമാന്തരങ്ങളിലുള്ള പശുക്കൾ കുത്തിവെച്ച് കാര്യമായ വർഗോദ്ധാരണം നടത്തുകയും പാലുൽപാദനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുകയും ചെയ്തു. ഇത് നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നത് നമുക്ക് കൃത്രിമ ബീജദാനം എന്ന ഒരു കോഴ്സ് നടത്തി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരായ ആൾക്കാർക്ക് അതിൽ കൃത്രിമ ബീജദാനത്തിൽ ട്രെയിനിങ് കൊടുത്ത് തുടർന്ന് അവരെ നമ്മുടെ ടെക്നോ ഏജൻസായി ഗ്രാമാന്തരങ്ങളിൽ വിന്യസിച്ചു. ഇതിൻ്റെ ഫലമായി കർഷകർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ളതായി. ഇതിനൊരു സാക്ഷാത്കാരം നമുക്ക് 98-99 ഇന്ത്യയിലെ ഏറ്റവും നല്ല കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. മൃഗശാസ്ത്രത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പകർന്നു കൊടുക്കുക, കർഷക പങ്കാളിത്തത്തോടെയുള്ള കൃഷിയുടെ പരീക്ഷണങ്ങൾ, കർഷക പരിശീലന പരിപാടികൾ എന്നിവയും മൃഗസംരക്ഷണ വിഭാഗം നടത്തിവരുന്നു. കന്നുകാലികൾക്ക് 24 മണിക്കൂറും കുടിവെള്ളം ലഭ്യമാക്കാനുള്ള ചെലവ് കുറഞ്ഞ സംവിധാനം, ഇളം കറവയിൽ പാലുൽപാദനത്തിന്റെ പാരമ്യശേഷം പശുക്കൾ ക്ഷീണിച്ചു പോകുന്നതിനുള്ള പ്രതിവിധി, ബാഹ്യപരാധങ്ങളെയും ആന്തരിക വിരകളെയും ഒരേ സമയം പ്രതിരോധിക്കാനുള്ള പോറോൺ ടൈപ്പ് മരുന്ന്, TMR കാലിത്തീറ്റ എന്നിവ KVK മൃഗസംരക്ഷണ വിഭാഗം കർഷക പങ്കാളിത്തത്തോടെ നടത്തുകയും തൽഫലമായി കർഷക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വികേന്ദ്രീകൃത രീതിയിലാണ് കൃത്രിമ ബീജദാന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ടെക്നോ ഏജൻസ് എന്നാണ് ഈ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്. ഈ ടെക്നോ ഏജൻസ് വഴി KVKയുടെ ഉള്ള പുതിയ ടെക്നോളജീസ് കർഷകരിലേക്ക് എത്തിക്കുക എന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും അനുസ്യൂതമായി തുടരുന്നു. ഈ നിലവിൽ നമുക്ക് 18 റൂറൽ എക്സ്റ്റൻഷൻ സബ് സെൻറ്റേഴ്സ് ആണുള്ളത്. ഈ സബ് സെൻറ്റർ വഴി നമുക്ക് കൃത്രിമ ബീജദാനം ആടുകളിൽ, പശുക്കളിൽ, അതുപോലെ തന്നെ എരുമകളിൽ നടത്തുന്നു. ഈ ടെക്നോ ഏജൻസ് വഴി നമ്മളുടെ പുതിയ ഫ്രണ്ട് ലൈൻ ടെക്നോളജീസായ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷന്, ഓൺ ഫാം ട്രയൽസ് ഇതൊക്കെ നടത്തുന്നു. നമ്മൾ കഴിഞ്ഞ കൊല്ലം നടത്തിയ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷനാണ് TMR തീറ്റ എന്നുള്ളത്. TMR എന്നുള്ളത് പുതിയതരം ഒരു തീറ്റയാണ്. ഇതിൽ വൈക്കോലും അതുപോലെ തന്നെ സാന്ദ്രീകൃത ആഹാരവും ഒരേ അളവിൽ തന്നെ ഉണ്ടാവും. ഇത് പശുക്കൾ വളരെ നന്നായി ആഹരിക്കുകയും തുടർന്ന് അതിന് സബ്-അക്യൂട്ട് റൂമൽ അസിഡോസിസ് എന്നുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയ്ക്ക് നല്ല പരിഹാരമെന്ന് ഇത് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ഹോം സയൻസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഗൃഹശാസ്ത്ര വിഭാഗത്തിൽ പ്രധാനമായും നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ICARന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടപ്പിലാക്കിയ ഈ മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റിലൂടെ കർഷകർക്കും കർഷക വനിതകൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും തണലായി ഇത് പ്രവർത്തിക്കുന്നു. ഇവിടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും അതിൽ നിന്ന് അവയെ സംസ്കരിച്ച് അതിൻ്റെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി പാക്കേജിംഗ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വിപണനത്തിലെത്തിക്കുവാനും സാധ്യമാക്കുന്നു. CTCRയുടെ ടെക്നോളജികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള മരച്ചീനി കട്ട് ചെയ്യുന്ന മെഷീനറിയാണിത്. ഇതിലൂടെ വളരെ അനായാസം തന്നെ നമുക്ക് മരച്ചീനിയെ ചിപ്സിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ കനം കുറഞ്ഞും അതുപോലെ തന്നെ സ്ത്രീകൾക്കും മറ്റും അനായാസം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെഷീനറി പ്രവർത്തിക്കുന്നത്. പാക്കറ്റുകളെ സീൽ ചെയ്യുന്നതിനുള്ള സീലിംഗ് മെഷീൻസ്, പല അളവിലുള്ള സീലിംഗ് മെഷീൻ, ഫുഡ് തെർമോമീറ്റർ, റിഫ്രാക്ടോമീറ്റർ, pH മീറ്റർ തുടങ്ങിയവയും, നൈട്രജൻ ഗ്യാസ് ഫ്ലഷിംഗ് മെഷീൻ, അതുപോലെ വാക്വം സീലിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള മെഷീനറികളും ഇവിടെ ഉണ്ട്.
ഇത് പൾപ്പർ മെഷീനാണ്. പച്ചക്കറികളിലെയും പഴവർഗ്ഗങ്ങളിലെയും പ്രത്യേകിച്ച് ചക്ക പോലുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന് അതിന്റെ പൾപ്പ് വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് സ്കോഷ് ജാമൊക്കെ ഉണ്ടാക്കാനായി ഈ മെഷീനറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് CTCRയുടെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മാനുവലായി പ്രവർത്തിക്കുന്ന മരച്ചീനി കട്ടിംഗ് മെഷീനാണ്. സ്റ്റാർ ഫ്രൂട്ട് പോലെയുള്ള ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് രുചികരമായതും കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ജ്യൂസ് ഐറ്റംസ്, അതുപോലെ സിപ്പപ്പ് എന്നിവ നിർമ്മിക്കാനായി സാധിക്കും. ഇതിലൂടെ ഇതിൻ്റെ ഉപയോഗം കൂട്ടാനും കർഷകന് അവൻ്റെ ആദായം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കർഷകർക്ക് ഇത് നിശ്ചിതമായ തുക മാത്രം നൽകിക്കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഈ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും, ഇതുപോലെ ചിപ്സ് ആയാലും ഏത് പ്രോഡക്റ്റ് ആയാലും ഉണ്ടാക്കാനും അവർക്ക് പാക്ക് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി നമ്മൾ ലഭ്യമാക്കുന്നത്. സുരക്ഷിത ജീവിതം സ്വപ്നം കാണുകയും ലക്ഷ്യങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും നാം ആഹരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ശരീരം എന്ന കാര്യം മറന്നുപോകുന്നു. എന്നാൽ ഇതിനെ മുൻനിർത്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യകരമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെ സംസ്കരിക്കാം എന്നതിനെക്കുറിച്ചുള്ള പരിശീലന പരിപാടികളും പോഷണ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ഹോം സയൻസ് വിഭാഗത്തിൽ നിന്ന് നടത്തിവരുന്നു. കൂൺ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൃഷി വ്യാപകമാക്കുന്നതിനും അതിന്റെ സാധ്യതകൾ കൂടുതൽ ആളുകളുടെ ഇടയിൽ എത്തിക്കുന്നതിനും മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ചരിത്രപ്രധാനമായ പങ്കുവഹിക്കും. കൂൺ കൃഷി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർഷകർക്കും കർഷക വനിതകൾക്കും യുവജനങ്ങൾക്കും തൊഴിലധിഷ്ഠിത ട്രെയിനിങ്ങുകൾ മിത്രനികേതൻ KVK നൽകുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രം കൂൺ വിത്ത് അഥവാ സ്പോൺ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കൂൺ കൃഷിയും ചിപ്പിക്കൂൺ കൃഷിയും പാൽക്കൂൺ കൃഷിയും കർഷകർ ധാരാളമായിട്ട് ഈ ജില്ലയിലും പുറത്തെ ജില്ലയിലും ചെയ്യുന്നുണ്ട്. കർഷകരുടെ പ്രധാന പ്രശ്നം വിത്തിന്റെ ദൗർലഭ്യമാണ്. അതിന് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിത്ത് ഉൽപാദനം വളരെ നല്ല തോതിൽ നടത്തി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂൺ കൃഷിയിൽ ചിപ്പിക്കൂൺ കൃഷിയുടെയും പാൽക്കൂൺ കൃഷിയുടെയും വിത്തുകൾ, അതായത് പല വെറൈറ്റികൾ തന്നെ ഇതിനകത്ത് നമ്മൾ കേരള കാർഷിക സർവകലാശാലയുടെ വിത്തുകൾ തന്നെ നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ ഈ വിത്തുകൾ നമ്മൾ അതിൻ്റെ കർഷകർ അത് എടുത്ത് അതിൻ്റെ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും, കൂടാതെ മഷ്റൂം കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങും കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 2000-ഓളം കർഷകർക്ക് ഇതിനുള്ള ട്രെയിനിങ് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പലരും സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും കർഷകരുടെ തന്നെ മഷ്റൂം യൂണിറ്റും പലതും എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുമുണ്ട്. കൺട്രോൾ ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്പോൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇതിന്റെ വിത്ത് ഉൽപാദനം, വിത്തിന്റെ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കുന്നതാണ്. ഇതിന്റെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് സാങ്കേതിക വിദ്യയിൽ തന്നെ വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ട്രെയിനിങ് ഉള്ള തന്നെ ലാബ് അസിസ്റ്റന്റ് ആണ് ഈ പറയുന്ന കൂൺ വിത്തുകൾ നമ്മൾക്ക് കർഷകർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ നെല്ല് സുലഭമായതുകൊണ്ട് കൂൺ വിത്ത് ഉൽപാദനത്തിന് മാധ്യമമായി ഇത് ഉപയോഗിക്കുന്നു. $300 ഗ്രാം ഭാരമുള്ള ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് 2 ബെഡുകൾ തയ്യാറാക്കാം. ഏകദേശം 1 കിലോ കൂൺ 2 ബെഡുകളിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം. പ്രധാനമായും ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നീ ഇനങ്ങൾ കർഷകർ ചെയ്തു വരുന്നു. കീടനിയന്ത്രണത്തിന് വേണ്ടി ജൈവ മാർഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശീലന പരിപാടികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം ചില പ്രധാന ഉപാധികൾ ലഭ്യമാക്കാറുമുണ്ട്. ഇതിൽ പ്രാധാന്യമേറിയതാണ് മിത്ര വേപ്പെണ്ണ സോപ്പ്. അമിതമായ രാസപ്രയോഗം, കീടനാശിനി പ്രയോഗവും ഒഴിവാക്കുന്നതിന് വേണ്ടി കൃഷി വിജ്ഞാന കേന്ദ്രം പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്ന ജൈവ കൃഷിക്കാണ്. ഈ ജൈവ കൃഷിയിൽ നമ്മൾ ജൈവ നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പ്രധാന ഒരു ഉത്തരവാദിത്തമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിത്ര വേപ്പെണ്ണ സോപ്പ് എന്ന നാമകരണത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിന്റെ സാങ്കേതിക വിദ്യയോടുകൂടി നമ്മൾ തയ്യാറാക്കുന്ന വേപ്പെണ്ണ സോപ്പാണ്. ഈ സോപ്പിന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് വേണ്ടി നമ്മൾ ഇത് പ്രയോഗിക്കുന്നത്. അതായത് ഫീൽഡിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളായ പ്രധാനമായിട്ടും മുഞ്ഞ, വെള്ളീച്ച,
മണ്ടരി മുതലായവ എത്തുന്നുടനെ തന്നെ ഇലയുടെ അടിഭാഗത്ത് ഇതിൻ്റെ സ്പ്രേയിങ് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് നല്ല ഒരു പ്രതിവിധി നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രാവശ്യം മാത്രമല്ല 7 മുതൽ 10 ദിവസം ഇടവേളയിൽ നമുക്ക് 2-3 സ്പ്രേയിങ് കൊടുത്താൽ പൂർണ്ണമായിട്ടും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. കഴിവതും വൈകുന്നേരങ്ങളിൽ മാത്രം ഇത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വേപ്പെണ്ണ അധിഷ്ഠിതമായ ഏത് മരുന്നുകളും നമ്മൾ വൈകുന്നേരമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ജൈവ നിയന്ത്രണത്തിന് ഒരു പ്രധാന ഉപാധിയായ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയയും നമ്മൾ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് വരുന്ന രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് അവരെ നിയന്ത്രിക്കുക മാത്രമല്ല വരാനിരിക്കുന്ന രോഗങ്ങളെ തടയാനുള്ള കഴിവും ഈ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയയ്ക്ക് ഉള്ളതുകൊണ്ട് കർഷകർക്ക് യഥാസമയം എത്തിച്ചു കൊടുക്കുന്നത് മൂലം വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇതിന്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് പൊടി രൂപത്തിലുള്ളതും ലായനി രൂപത്തിലുള്ള മരുന്നാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വെള്ളരി വർഗത്തിന്റെ ഉൽപാദനത്തിൽ ഭീഷണിയായി നിലനിൽക്കുന്ന കായീച്ചകളുടെ നിയന്ത്രണത്തിന് ഫിറമോൺ കെണിയായ ക്യുലിവർ കെണി ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇത് ഫിറമോൺ ട്രാപ്പ്, അതായത് കായീച്ചക്കെണി എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. കായീച്ചക്കെണി തന്നെ 2 തരത്തിലുള്ള കായീച്ചക്കെണി കൃഷി വിജ്ഞാന കേന്ദ്രം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മാമ്പഴത്തിലെ കായീച്ചകൾക്കെതിരെയുള്ള കെണി, അതായത് മീഥൈൽ യൂജിനോൾ ട്രാപ്പ് എന്നും, പച്ചക്കറി പ്രധാനമായിട്ടും വെള്ളരി വർഗത്തിലെ കായീച്ച എന്നുള്ള കെണി ക്യൂലിവർ ട്രാപ്പും നമ്മൾ കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൂവിടുന്ന സമയത്ത് തന്നെ കെണികൾ പന്തലിൽ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കണം. 15 സെന്റിന് 1 കെണി എന്ന തോതിൽ കെണികൾ സ്ഥാപിക്കുന്നു. ഇത്തരത്തിൽ ആണീച്ചകളെ കെണിയിലാക്കി കായീച്ചയെ നിയന്ത്രിക്കാം. തേൻ ഉൽപാദനത്തിലൂടെ അധിക വരുമാനം എന്ന ഉറപ്പിന് ഊന്നൽ കൊടുത്തുകൊണ്ട് താൽപര്യമുള്ള കർഷകർക്ക് തേനീച്ച കൃഷിക്കുള്ള പരിശീലനവും നൽകാറുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഫാം ഫീൽഡ് സ്കൂൾ കഴിഞ്ഞ 3 വർഷങ്ങളായി നടത്തുന്നു. തേനീച്ച വളർത്തലിന്റെ പ്രാരംഭഘട്ടങ്ങൾ മുതൽ തേൻ ഉൽപാദനം, തേൻ സംസ്കരണം, കോളനി സംരക്ഷണം, കോളനി പിരിക്കൽ എന്നീ പ്രധാന മേഖലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇത് വിജയകരമായി നടത്തുന്നത്. തേൻ ഉൽപാദനത്തിലൂടെ നേട്ടം കൈവരിച്ച കർഷകരെ പുറം ലോകത്തിന് പരിചയപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. കൃഷിശാസ്ത്രത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കിക്കൊണ്ട് കർഷക പരിശീലന പരിപാടികൾ, കൃഷിയുടെ പരീക്ഷണങ്ങൾ, മുൻനിര പ്രദർശനങ്ങൾ എന്നിവ കൃഷിയിടങ്ങളിൽ തന്നെ അഗ്രോണമി വിഭാഗത്തിന്റെ കീഴിൽ നടന്നുവരുന്നു. കുലകൾക്ക് 50 കിലോയിലേറെ തൂക്കം വരുന്ന സ്വർണ്ണമുഖി, സാദാ നേന്ത്രൻ, രസകദളി, റോബസ്റ്റ, കപ്പവാഴ തുടങ്ങിയവയുടെ ശാസ്ത്രീയ കൃഷി നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഗജേന്ദ്ര ഇനം ചേനയുടെ മിനിസെറ്റ് സാങ്കേതിക വിദ്യ നമുക്കിവിടെ പരിചയപ്പെടാവുന്നതാണ്. പരമ്പരാഗത കൃഷിരീതിയെ അപേക്ഷിച്ച് മികച്ച വിളവ് ലഭിക്കുന്നു എന്നുള്ളതാണ് മിനിസെറ്റ് കൃഷിരീതിയുടെ മെച്ചം. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, നടീൽ വസ്തുക്കൾ, അതുപോലെ ബയോ കൺട്രോൾ ഏജൻസ് തുടങ്ങിയവ മിതമായ നിരക്കിൽ അവയുടെ ഗുണമേന്മ ഉറപ്പാക്കിക്കൊണ്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഈ KVKയുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 1999-2000 വർഷത്തിൽ KVKയ്ക്ക് മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്തെ വ്യത്യസ്ത മേഖലകളിൽ തനതായ സംഭാവനകൾ നൽകിക്കൊണ്ടും മിത്രനികേതൻ എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടും കാർഷിക വിജ്ഞാന വ്യാപനത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഈ കൃഷി വിജ്ഞാന കേന്ദ്രം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है
कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും KSFE വിശ്വസ്തം, സുരക്ഷിതം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുമാവ് ഗ്രാഫ്റ്റ് തൈകൾ സൗജന്യ വിതരണത്തിന്. നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൈവവളങ്ങളും ഉൽപാദനവും ഉപയോഗവും പരിശീലന പരിപാടി 22-ന്. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും അധികം ഉയരം വയ്ക്കാത്തതും 3-ാം വർഷം മുതൽ കായ്ഫലം ലഭിക്കുന്നതുമായ കശുമാവ് ഗ്രാഫ്റ്റ് തൈകൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നു. പരമാവധി 4 ഹെക്ടർ വരെ കൃഷി ചെയ്യുന്നവർക്കാണ് തൈകൾ നൽകുക. താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0474 276 0456. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം മത്സ്യാവശിഷ്ടവും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഉപയോഗിച്ച് ജൈവവളം നിർമ്മിച്ച് വിപണിയിലിറക്കി. ജൈവ കർഷകർക്ക് ഈ വളം മുതൽക്കൂട്ടാകുമെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. വിശദമായ വിവരങ്ങൾ 0484 227 7220 എന്ന ഫോൺ നമ്പറിൽ ലഭിക്കും. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാരാർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തെ 1-ാം സീസണിലേക്കുള്ള സപ്ലൈകോയുടെ നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് പാടശേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 15 വരെ സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. സംഭരണ വില കിലോയ്ക്ക് 19 രൂപയാണ്. 2015 ഡിസംബർ വരെയാണ് കാലാവധി. രജിസ്റ്റർ ചെയ്യാവുന്ന വെബ്സൈറ്റ് www.supplycopaddy.in. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയുടെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 24-25 തീയതികളിൽ ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0479 245 7778. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ഈ മാസം 22-ന് ജൈവവളങ്ങളും ഉൽപാദനവും ഉപയോഗവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വീട്ടിലുണ്ടാക്കാവുന്ന ജൈവവളങ്ങൾ, വിവിധ കമ്പോസ്റ്റുകൾ, വിപണന സാധ്യത, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയിലാണ് പരിശീലനം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പരിശീലനം ലഭിക്കുക. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479 244 9268. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ഉന്നത ഗുണനിലവാരമുള്ള നേന്ത്രൻ, ഗ്രാൻഡ് നൈൻ, റോബസ്റ്റ എന്നീ ഇനം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. തൈ ഒന്നിന് 20 രൂപയാണ് വില. ആവശ്യമുള്ള കർഷകർക്ക് കഴക്കൂട്ടം വെട്ടറോഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫ്ലോറികൾച്ചർ സെന്ററിൽ നിന്നും വാങ്ങാവുന്നതാണ്. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,700 രൂപ, കോഴിക്കോട് 12,800 രൂപ, തൃശൂർ 12,100 രൂപ. കൊപ്ര കൊച്ചി 7,870 രൂപ, കോഴിക്കോട് 8,000 രൂപ, തൃശൂർ 8,200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,900 രൂപ. ചുക്ക മീഡിയം 22,500 രൂപ, ചുക്ക ബെസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ സേലം 7,600 രൂപ, ഈറോഡ് 7,800 രൂപ. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ,
കുരുമുളക് അൺഗാർബിൾഡ് 62,900 രൂപ. കുരുമുളക് ഗാർബിൾഡ് 65,900 രൂപ. ചുക്ക് മീഡിയം 22,500 രൂപ. ചുക്ക് ബെസ്റ്റ് 23,500 രൂപ. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 210-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325-നും 450-നും മധ്യേ. ജാതിപത്രി 600-നും 900-നും മധ്യേ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. ഒട്ടുപാൽ 7,300 രൂപ. ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ അവധി വ്യാപാര രംഗത്ത് അലയടിച്ച വിൽപ്പന തരംഗം ആഭ്യന്തര വിദേശ വിപണികളെ ഒരുപോലെ തളർത്തി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബറിന് 100 രൂപ കുറഞ്ഞ് ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 11,500-ലാണ്. 5ാം ഗ്രേഡിന് 200 രൂപ കുറഞ്ഞ് 10,900 രൂപയായി. ലാറ്റക്സിന് 300 രൂപ ഇടിഞ്ഞു. ഉത്തരേന്ത്യൻ ഡിമാൻഡിന്റെ മികവിൽ ഗാർബിൾഡ് കുരുമുളക് വില 66,900-ലേക്ക് ഉയർന്നു. വിലക്കയറ്റത്തിനിടയിലും സ്റ്റോക്കിസ്റ്റുകൾ കാര്യമായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. ഏലയ്ക്ക് ആഭ്യന്തര വിപണിയിൽ ശക്തമായ ഡിമാൻഡ് തുടരുകയാണ്. ഇന്ന് 88,147 കിലോ ചരക്കാണ് ലേലം കൊണ്ടത്. ഈ വർഷം ആദ്യമായാണ് ഇത്രയധികം ചരക്ക് ഒറ്റ ദിവസം ലേലം കൊള്ളുന്നത്. മികച്ച ഇനങ്ങൾ കിലോ 912-ലും ശരാശരി ഇനങ്ങളുടെ വില 623 രൂപയിലുമാണ്. തമിഴ്നാട്ടിലെ ഒരു വിഭാഗം മില്ലുകാർ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വാഗ്ദാനം ചെയ്തു. വരവ് കനത്തതോടെ ചിങ്ങത്തിലും കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് മുന്നേറാനായില്ല. കോഴിക്കോട് കൊപ്ര വില താഴ്ന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.3, 25.1. കൊച്ചി 31.4, 25.6. ആലപ്പുഴ 32.4, 25.2. പുനലൂർ 33.2, 24. തിരുവനന്തപുരം 31.4, 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.